ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. ഒത്തിരി അരുവികളും തോടുകളും ചേർന്ന് കടലായിത്തീരുന്നത് പോലെ ദൈവം എല്ലാവർക്കും ഒരാൾ മാത്രമേ ഉള്ളൂ. അത് വ്യത്യസ്ത രീതിയിൽ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തു പിതാവായ ദൈവത്തിലേക്കുള്ള വഴിയാണ്. അതുപോലെ പല വഴികളും പലർക്കും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. കൃഷ്ണേട്ടനും ജോസഫ് ചേട്ടനും മുഹമ്മദ് കാക്കയും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് തെങ്ങ്. നല്ല നാടൻ തെങ്ങ് മേടിച്ച് 3 പേർ നടാൻ പോകുക. 3 പേർക്കും വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. ഒരാൾക്ക് ചതുപ്പ് നിലമാണ്, മറ്റൊരു വ്യക്തിക്ക് പാറ കൂടിയ മണ്ണുള്ള സ്ഥലമാണ്, മറ്റൊരു വ്യക്തിക്കാകട്ടെ എങ്ങനെയാണ് ഒത്തിരി നല്ല ഫലഭൂഷ്ടമായ മണ്ണുമുണ്ട്. 3 പേരും തെങ്ങ് നട്ടു. അതിൽ ഈ ചതുപ്പ് നിലത്തിൽ നട്ട തെങ്ങ് കാറ്റിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാം? ഒരു പക്ഷേ മറിഞ്ഞു വീഴാം, ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല നിലത്ത് നട്ട തെങ്ങാട്ടെ തഴച്ച് വളരാൻ സാധ്യത കൂടുതലാണ്. പാറ കൂടിയ മണ്ണിൽ നട്ടത് ആവശ്യമായ മണ്ണ് ലഭിക്കാത്തതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും അത് ഇതുപോലെ തന്നെ മറിഞ്ഞു വീഴാനും നല്ല മണ്ണ് കിട്ടാത്തതിൻ്റെ ഫലമായി ഫലപുഷ്ടിയുടെ ഇല്ലാത്തതിൻ്റെ ഫലമായി വളരാനും സാധ്യത കുറവാണ്. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, രോഗങ്ങൾ നമുക്ക് 3 തരത്തിലുണ്ടാകുന്നു പ്രധാനമായും. അത് ഒന്നാമത്തെ തലമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ജീനിലൂടെ വരുന്നതാണ്, പാരമ്പര്യമായിട്ട്. രണ്ടാമത്തെ രക്തത്തിൽ ഉണ്ടാകുന്ന കുറവുകളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. മൂന്നാമത്തെ എൻവയറമെൻ്റലാണ്, പ്രകൃതിപരമായി. നാലാമത്തെ പ്രധാനപ്പെട്ടത് എനർജി ടു എനർജി റിലേഷൻ. അപ്പോൾ ആദ്യത്തെ ആ തെങ്ങിന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിൽ ചതുപ്പ് നിലമായതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. അതുപോലെയാണ് ആ എനർജി ബന്ധം, ആ തെങ്ങിനുണ്ടാകുന്ന എനർജി ബന്ധം അത്തരത്തിലുള്ളതായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ 3 തരത്തിലുള്ള ബന്ധങ്ങൾ. മദ്യപാനത്തിൻ്റെ ആസക്തിയിലൂടെ പോകുമ്പോൾ മദ്യപാനത്തിലുണ്ടാകുന്ന എനർജി റിലേഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്ന ആ വ്യക്തിക്ക്. മറ്റൊന്ന് മയക്കുമരുന്നിലൂടെ പോകുമ്പം മോശമായ സെക്സ് ജീവിതത്തിലൂടെ ഉണ്ടാകുന്നത്, മോശമായ ഭക്ഷണ രീതിയിലുണ്ടാകുന്നത്, ഇതെല്ലാം എനർജി റിലേഷനിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വളരെ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കുക. പല അസുഖങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണം എനർജി റിലേഷൻ ഉണ്ടാകുന്ന വ്യത്യസ്തം. അതുകൊണ്ട് നമ്മൾ എത്തരത്തിലുള്ള എനർജി റിലേഷനാണ് തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി പതുക്കെ നല്ല രീതിയിലേക്ക് തിരിച്ചു വരിക. കൂടുതൽ മദ്യപാനം ഉണ്ടെങ്കിൽ മദ്യപാനം കുറച്ച് കൊണ്ടുവരിക. അതുപോലെ മയക്കുമരുന്ന്, മോശ ഭക്ഷണ ക്രമീകരണം, മോശ ജീവിതം, ഇതൊക്കെ സ്വയം മനസ്സിലാക്കി തിരുത്തുക. അല്ലാതെ അപ്പോൾ പലപ്പോഴും മനസ്സിലാക്കുക, ആയുസ്സിനെ കുറയ്ക്കുന്നതാണ് ഇവ. ചിലപ്പോൾ ഒരുപക്ഷെ ആയുസ്സുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ബലഹീനതയിലൂടെ അസുഖത്തിലൂടെ കിടന്ന് നമ്മൾ ജീവിതം നരയിക്കേണ്ടി വരും. പക്ഷേ ആയുസ് പോയില്ലേലും അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി 4 തരത്തിലുള്ള അസുഖത്തെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരായിരം നന്ദി.